ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അസ്ന ആഷിഖ്. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ഹോൾ വീഡിയോ ആയിട്ട് വന്നിട്ടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡ്രസ് ഹോൾ വീഡിയോ അല്ല, ഒരു മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്ട്സ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു 10 ഡേയ്സിൽ ഏറെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിവ്യൂവിന്റെ വീഡിയോസ് ഞാൻ എന്തായാലും പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് പ്രോഡക്റ്റിന്റെ ഹോൾ വീഡിയോ ചെയ്യാൻ വിചാരിക്കാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് ബോക്സസ് ആണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ എനിക്ക് സുഖത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിൽ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ ലൈക്കും കൂടെ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് കാണിച്ചു തരാം. അത് ഞാൻ എന്താ പറയാ മേക്കപ്പ് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരു ഫൗണ്ടേഷൻ ആണ്. ഒരു മിനിറ്റ്, ഇതെവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പോ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഇതാ നമ്മുടെ ഫൗണ്ടേഷൻ ആട്ടോ. അപ്പൊ ഇത് വന്നിട്ട് മാർസിന്റെ ഫൗണ്ടേഷൻ ആട്ടോ. ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. ഇതൊരു 300 സംതിങ്ങിന്റെ ആ റേറ്റിൽ വരുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രൈസ് കുറച്ചിട്ട് 290യോ 270യോ അങ്ങനെ എന്തോ പ്രൈസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് അധികം ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ പോയി ഒരുങ്ങാൻ പറ്റിയാൽ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ആയിരുന്നു അത്. പക്ഷെ ഇത് നമുക്ക് ഹൈ കവറേജ് തരുന്ന ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഹൈ കവറേജ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ്, അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് അവര് മാർസിന്റെ ഫൗണ്ടേഷൻ ഹൈ കവറേജ് ഫോർമുല എന്ന് അവര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതില് വേറെ പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചതായിട്ട് കാണുന്നില്ല. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ച് വേർത്ത് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വരത്തില്ല, ചെറുതായിട്ടേ വരുള്ളൂ. പക്ഷെ ആ ചെറുതായതിനെ നമുക്ക് നമ്മുടെ ഫുൾ ഫേസ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അത്രയും കവറേജ് തരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറെ ടൈം കിട്ടുന്നുണ്ട്. ഞാനിതൊരു എന്താ പറയാ കല്യാണത്തിനും ഫംഗ്ഷനൊക്കെ ഇട്ടിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ്സ് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് കണ്ടെത്തണം. അതായത് ഓയിലി ആണോ, ഡ്രൈ സ്കിൻ ആണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണോ, നോർമൽ ആണോ, സെൻസിറ്റീവ് ആണോ, അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. അപ്പൊ അത് ആദ്യം അറിയണം. എന്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് ഓയിലി സ്കിൻ ആണ്. എന്റെ സ്കിൻ ടൈപ്പ് വന്നിട്ടുള്ളത്, എന്റെ സ്കിന്നിന് നമുക്കറിയാലോ ഓയിലി സ്കിന്നിന് അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളും പറ്റില്ല. പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ പിമ്പിൾസ് വരും, പിന്നെ മാർക്സ് വരും, പിന്നെ അത് പോക്കാനായിട്ട് കുറെ കാര്യം നോക്കണം. അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് 6 ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കാണിക്കണില്ലെങ്കിൽ 9 ആണെന്ന് വിചാരിക്കും. അപ്പൊ 6 ആണ്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്കിന്ന് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഏത് സ്കിൻ ടൈപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് കളറാണ് നമ്മുടെ സ്കിന്നെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് കളേഴ്സ് ഉണ്ട്. അപ്പൊ അതില് ലൈറ്റ് കളറ്, അതുപോലെ വാം അതായത് മീഡിയം കളറ്, പിന്നെ ഡീപ്പ് ആയിട്ടുള്ള കളർ, 3 കളറായിട്ട് നമുക്ക് നോക്കാം. അതിൽ എന്റേത് വരുന്നത് മീഡിയം ആണ് വരുന്നത്. ലൈറ്റും അല്ല എന്നാല് ഭയങ്കര ഡീപ്പും അല്ല, പക്ഷെ മീഡിയം ആണ്. അപ്പൊ മീഡിയത്തിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. മീഡിയത്തിൽ ഒരു യെല്ലോ കൈൻഡിഷ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരു വൈറ്റ്, ഒരു ക്രീം, അങ്ങനെയൊക്കെ വരുന്ന ടൈപ്സ് ഉണ്ട്. അപ്പൊ എന്റേതില് ഒരു യെല്ലോ, വൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. കൂടുതലും ഒരു യെല്ലോ, നമ്മുടെ എന്താ പറയാ അവിടെ ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പിലാണ് എൻ്റെ ഫേസിന്റെ കളർ വരുന്നത്. അപ്പൊ അതിനെ മാച്ച് ചെയ്തിട്ടാണ് ഞാൻ നാച്ചുറൽ ഷെയ്ഡിൽ വരുന്ന നമ്പർ 6 ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ഷെയ്ഡാണോ അല്ലെന്ന് അറിയത്തില്ലല്ലോ. കടയിൽ പോയിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട്
ഞാൻ അങ്ങനെയൊന്നും ഇല്ലാതെ ജസ്റ്റ് എൻ്റെ കളറും എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സ്കിൻ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു ഇതിൽ വെച്ചതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് കളർ ഓക്കെ കളറാണ് കേട്ടോ. ഇത് എടുത്ത് പറയാനുള്ളത് കുറച്ച് മാത്രം ഇട്ടാൽ മതി. കുറച്ച് എടുത്താൽ തന്നെ നമ്മുടെ ഫേസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഉണ്ട്. കുറച്ച് മാത്രം എടുത്താൽ മതി. അതാണ് ഇതിന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. പിന്നെ എനിക്കൊന്നും പറഞ്ഞാൽ ഫൗണ്ടേഷനും ഒരുപാട് കുട്ടിയിടുന്ന പോലെ ഇടുന്നൊന്നും ഇഷ്ടമില്ല. ജസ്റ്റ് കുറച്ച് മാത്രം അവിടെ ഇവിടെ ഇടുക, അത്രേ ഉള്ളൂ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മുടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്യൂലേ, എന്താ പറയാ, നമ്മുടെ അല്ലെങ്കിൽ പേസ്റ്റ്, നമ്മൾ പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ അതേ കൺസിസ്റ്റൻസി ആണ് ഇത്. ഭയങ്കര ലൂസും അല്ല ഭയങ്കര ടൈറ്റും അല്ല, ഒരു മീഡിയം ലെവലിൽ വരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്താല് ഇതാ കണ്ടോ, ഒന്ന് ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് തന്നെ എനിക്ക് ഒരുപാടായിരിക്കും എൻ്റെ ഫേസിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ കളർ ഷെയ്ഡ് ഏതാണെന്ന് കാണിച്ചു കേട്ടോ. ഇവിടെയൊക്കെ പിമ്പിൾസിന്റെ മാർക്സ് ഉണ്ട്. അത് ഇതിലാറെ ഉണ്ടായിരുന്നു കേട്ടോ പിമ്പിൾസ് ഒക്കെ. ഞാൻ വേറൊരു സംഭവം തേച്ചിട്ടാണ് കുറെയൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഇട്ടേക്കാണ്. മോയ്സ്ചറൈസറും അതുപോലെ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇടേണ്ട. ഞാനൊരു സ്ഥലത്ത് പോയി വരികയാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയാ, സൺസ്ക്രീൻ മറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ഇതാണ് ഞാൻ ഇവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഈ ഫൗണ്ടേഷന്റെ കളർ വന്നിട്ട്. ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് നമ്മുടെ ഫേസിൽ. ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുന്നില്ല, ഭയങ്കര പുട്ടി അടിച്ച പോലെയും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഈ സൈഡിലാണ് ഇട്ടിട്ടുള്ളത്, ഈ സൈഡിൽ ഇട്ടിട്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ ഫൗണ്ടേഷന്റെ കളർ. ഇതിലൊക്കെ ഞാൻ ആകെ ഒരൊറ്റ വട്ടം ടച്ച് ചെയ്തിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. നമുക്കൊരു നാച്ചുറൽ ഫീലിംഗ് തന്നാൽ മതി, ഒരുപാട് പുട്ടി ഇടേണ്ട ആവശ്യം ഇല്ലല്ലോ. ഫൗണ്ടേഷൻ ഇടുന്നത് ഇങ്ങനെയൊന്നുമല്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട്. ഞാൻ നോസിന്റെ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്ത്, ഈ ലിപ്പിന്റെ ഈ ഭാഗത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ രണ്ട് കവിളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഡിഫറൻസ്. എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്മെല്ല് എടുത്ത് പറയുന്നതാണ്. സ്മെല്ല് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എടുക്കുകയും ചെയ്ത്, വേറെ നിവൃത്തിയില്ല, ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കന്നെ. അപ്പൊ ഈ ഒരു മാസിന്റെ ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ മീഷോന്നാണ് കേട്ടോ. മീഷോന്ന് ഓഫർ പ്രൈസിൽ വാങ്ങിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര അടിപൊളി ഷെയ്ഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഹൈ കവറേജും തരുന്നുണ്ട്, അതുപോലെ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ഫേസ് കംപ്ലീറ്റ് ഇടാൻ പറ്റുന്ന അത്രയും കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം, നമ്മുടെ മീഷോയിൽ പോവുക, എന്നിട്ട് ഇതങ്ങ് ഓർഡർ ചെയ്തേക്കുക. അപ്പൊ കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നമ്മുടെ അലമാരയിൽ വേണ്ട ഒരു ഐറ്റമാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള എന്നിട്ട് ഫേസ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഓവറായിട്ടൊന്നും തോന്നിയിട്ടില്ല, നാച്ചുറൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട്. ഇനി ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ടും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, ആർക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിനും എൻ്റെ കളറിനും അനുസരിച്ചിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കുക, കളർ നോക്കുക, ഇതിന് അനുസരിച്ചിട്ട് വാങ്ങുക. പിന്നെ നമുക്കിത് റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ല, എക്സ്ചേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും പിന്നെയും ബാക്കിയാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ റെഡിയാക്കട്ടെ, അല്ല അപ്പൊ എന്താ ചെയ്യാ, ഇത് അതിലോട്ട് പിന്നെ ആക്കാൻ പറ്റില്ല, പമ്പ് ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അതിലോട്ട് തന്നെ നമുക്ക് ആക്കിയാൽ മതിയായിരുന്നു.
അടിപൊളി. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട്. ഇനി രണ്ടാമത്തെ വന്നിട്ട് മോയ്സ്ചറൈസർ. ഇത് നമ്മുടെ മീഷോന്ന് തന്നെ വാങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് വന്നിട്ട് ഡോക്ടർ ഷേപ്സിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് വന്നിട്ട് സെറമൈഡ് വിറ്റമിൻ സി വന്നിട്ടുണ്ട്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. കണ്ടോ, സെറമൈഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഇതില് ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഗ്ലോ തരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്കിന്നിന് എന്താ പറയാ സ്ട്രെങ്ത് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 1% വിറ്റമിൻ സി കോംപ്ലക്സ്, സെറമൈഡ് കോംപ്ലക്സ്, അശ്വഗന്ധ എക്സ്ട്രാക്ട്, അങ്ങനെയൊക്കെ കുറെ ഐറ്റംസ് ഇതിലുണ്ട്. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എന്താ പറയാ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അത് പറയേണ്ട ആവശ്യം നമുക്കറിയാലോ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പുറത്തിറങ്ങുകയാണ്, വെയിലടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് 2 ടൈമെങ്കിലും നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ടിരിക്കുക, പിന്നെ അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതാണ് മസ്റ്റ്. അയ്യോ, ഞാൻ കുറച്ചിങ്ങനെ പമ്പ് ചെയ്തിരുന്നല്ലോ, ഓപ്പൺ ചെയ്ത ഉടനെ അത് തെറിച്ചു. അതൊരു കഥ. അത് സ്മെല്ല് നോക്കട്ടെ, കുഴപ്പമില്ല. ഞാൻ ആദ്യം ഇങ്ങനത്തെ സംഭവമൊക്കെ വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്ന സ്മെല്ലാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്. ഫേസിൽ എന്ത് സാധനം ആണെങ്കിലും അതിന്റെ സ്മെല്ല് ഇഷ്ടമില്ലെന്ന്, അത് എത്ര ഗുണമുള്ള സാധനമാണെങ്കിലും അതിന് സ്മെല്ല് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇടാൻ ഇഷ്ടമില്ല. അപ്പൊ ഇത് വന്നിട്ട് ഒരു വൈറ്റ് കളറിലുള്ള മോയ്സ്ചറൈസർ ആണ്. ഒരു വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള പോലത്തെ ഫീലിംഗ് ആണ് കേട്ടോ. ഭയങ്കര ക്രീമി അല്ല, ഒരു ജെൽ ടൈപ്പ് മോഡൽ തോന്നുന്നല്ലേ, അങ്ങനെയൊക്കെയുള്ള മോയ്സ്ചറൈസർ ആണ്. പിന്നെ കൺസിസ്റ്റൻസി വന്നിട്ട് നമ്മുടെ ഫേസ് വാഷ് ഒക്കെ ഉണ്ടല്ലോ, ഫേസ് വാഷിന്റെ ഒക്കെ ആ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് നമ്മുടെ കാണാൻ വൈറ്റ് ആണെങ്കിലും നമ്മുടെ സ്കിന്നില് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതല്ല, ഇത് ഭയങ്കര ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുന്നുണ്ട്. കാറ്റായിട്ട് നല്ല കൂളിംഗ് ആയിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഞാനിപ്പോ ഫൗണ്ടേഷൻ ഇട്ടില്ലേ, അതിന്റെ മാറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ ഇടാത്തതും ഇവിടെ ഫൗണ്ടേഷൻ ഇട്ട് അതിന്റെ ഇടയിൽ കൂടെ മോയ്സ്ചറൈസറും കൂടെ എത്തിയില്ലേ, അപ്പൊ ഇതൊന്ന് എന്താ പറയാ ബ്ലെൻഡ് ആയതാണ് സംഭവം. അടിപൊളിയല്ലേ, ഇവിടെ വേറെ ഇവിടെ വേറെ. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ്, ഓയിൽ ഫ്രീ ആയിട്ടുള്ളതാണ്. ഇത് ബെസ്റ്റ് ആണ് നമ്മുടെ ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക്. അപ്പൊ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ലിങ്ക് ഒക്കെ ഞാൻ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം, നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ വേണമെന്നുള്ളവർ. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ സൺസ്ക്രീൻ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വെയിലടിച്ച് ഒരു പരിവാണ്. എവിടെ പോയാലും നമ്മുടെ ഫേസ് ഒറ്റ ഡള്ളാവും. അപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് വെയിലടിക്കുന്നത്, കാരണം എന്താ വെച്ചാൽ ഞാൻ നഴ്സറി പോകുന്നതാണ്. രാവിലെ 10 മണി ആ ടൈമിൽ ഭയങ്കര എന്താ പറയാ വെയിലായിരിക്കും, നടന്നാണ് പോകുന്നത്. പിന്നെ അതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു 4:30 സമയത്തും വെയിലുണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഡെർമാക്കോടെ 1% ഹെറോണിക് സൺസ്ക്രീൻ ആണ്. ഇത് ജെൽ സൺസ്ക്രീൻ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഹെറോണിക് ആസിഡ്, വൈറ്റമിൻ ഇ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതാണ്. പിന്നെ SPF 50 PA+++++4+ ഉള്ള സൺസ്ക്രീൻ ആണ്. എല്ലാവർക്കും ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ഞാൻ മസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കാറ്റ് നിറഞ്ഞത് അവർക്ക്, കാരണം കഴിയാറായിട്ടുണ്ടല്ലോ. ഇത് വന്നിട്ട് ഒരു എന്താ പറയാ ഒരു ക്രീമി ടെക്സ്ചർ ആണ്. ഇത് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിക്കോളും, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. നമ്മളെ ഫേസിൽ ഒരു ക്രീം ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും തോന്നത്തേയില്ല. ഇട്ട് കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണിത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഡെർമാക്കോടെ ഈ ഒരു
1% ഹ്യലുറോണിക് ആസിഡിന്റെ ഈ ഒരു അക്വാജൽ സൺസ്ക്രീൻ വന്നിട്ട്. പിന്നെ എന്താന്ന് പറയാനുള്ളത് വെച്ചാൽ ഇത് ഇട്ടിട്ട് പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. ഞാൻ ഈ ഒരു സൺസ്ക്രീനും ആ ഒരു ഫൗണ്ടേഷനും ഇട്ടിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഒരു 15-20 ദിവസത്തോളം ആയിട്ടുണ്ടാവും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് ഇതാ, ഇത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ഇതൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഐ മാസ്ക് ആയിട്ട് അണ്ടർ ഐസിന് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതും ഇതുപോലെ തന്നെ തീരാറായിട്ടുണ്ട്, ഹാഫ് ആയിട്ടുണ്ട് ഇത് വന്നിട്ട്. പിന്നെ ഇത് എപ്റ്റോണിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താ വെച്ചാല് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ അതുപോലെ നമുക്ക് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ കണ്ണിന് താഴെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിംഗ് തണുപ്പൊക്കെ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഭയങ്കര ഒരു ഫീലാണിത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ അലോവേര ജെല്ലിനും ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതിന് എന്തായാലും ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ഞാൻ എഫ്റ്റോണിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമാണ്. ഇത് ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ്, ഡാർക്ക് സ്പോട്സ്, അതുപോലെ നമ്മുടെ കരിവാളിച്ച് സൺടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ ഇത്. വൈറ്റനിങ് ക്രീമാണ്. അപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിവ്യൂസ് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം ഇത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ ഒരു ഇത്രയും ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്താണ് ഒരു 12 ദിവസത്തോളം ആയിട്ടുണ്ടാവും യൂസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ എഫ്റ്റോണിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡോക്ടർ ഷേത്തിന്റെ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതാത് സൈറ്റിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് ആ ഫൗണ്ടേഷനും സൺസ്ക്രീനും വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇന്ന് ഞാൻ ഇട്ട ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഡാസ്ലറിന്റെ 42 ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ള ഇവർക്ക് നല്ലോണം മാച്ച് ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 42 ആണ്. ഡാസ്ലറിന്റെ ആണ്, 42 ആണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് ഇതും കൂടെ ഒന്ന് കയറി വാങ്ങി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇനി ആ ഒരു പ്രോഡക്ട്സിന്റെ റിവ്യൂസും കാര്യങ്ങളും, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എന്തിനു യൂസ് ചെയ്യുന്നു അതിന്റെ റിവ്യൂസും കാര്യങ്ങളും ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.